ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി. പേൾസ് ഫ്രം ദ ഡീപ്പിലെ ഒരു ചാപ്റ്ററാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഒ ഹെൻറി. ഒ ഹെൻറി ഈസ് ദ പെൻ നെയിം ഓഫ് വില്യം സിഡ്നി പോർട്ടർ. He was a short story writer, popular for his stories with a twist, surprise endings. വില്യം സിഡ്നി പോർട്ടറിൻ്റെ തൂലികാ നാമമാണ് ഒ ഹെൻറി. അദ്ദേഹം ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്റ്റോറീസിലും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കും. ലാസ്റ്റ് ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എൻഡിങ് ഉണ്ടായിരിക്കും. നമുക്കിനി ഈ സ്റ്റോറിയുടെ ഒരു സമ്മറി നോക്കാം. The Gift of the Maggie is one of O. Henry's most popular tales, often being included in many collections. It was first published in the New York Sunday World under the title Gifts of the Maggie. It was later included in the anthology The 4 Million. The story revolves around the young couple Jim and Della, who love each other very much. They wish to gift each other for Christmas despite not having much money. The story details Della's attempts to gift something nice for Jim. The story, as is usual with O. Henry's stories, ends with a surprise ending. The New York Sunday World എന്ന ആ ഒരു കളക്ഷൻസിലാണ് ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് ദ 4 മില്യൺ എന്ന ആന്തോളജിയിലും ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ജിം, ഡെല്ല ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇവർ പരസ്പരം ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് കൈമാറാൻ പ്ലാൻ ഇടുന്നു. പക്ഷേ അറ്റ് ലാസ്റ്റ് ഈ സർപ്രൈസ് ആയിട്ട് മേടിക്കുന്ന ഗിഫ്റ്റ് രണ്ടുപേർക്കും ഉപയോഗമില്ലാതെ പോകും. കഥ നമ്മൾ പറയുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാകും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ത്രൂ ദ സമ്മറി. The story is about a young couple, Jim and Della, who are in love with each other despite their financial hardships. The incidents take place on a Christmas Eve. Della realizes that despite all her savings, she has not enough money to buy Jim a gift for Christmas. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ജിം, ഡെല്ല. ദമ്പതികളാണ്. ഇവർക്ക് തമ്മിലുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ബോണ്ടിങ്, ഇതൊക്കെയാണ് ഈ കഥയുടെ ഹൈലൈറ്റ്. അതായത് ഒരു ക്രിസ്മസ് ഈവനിങ്ങിൽ നടന്ന ഒരു സംഭവമാണ്. ഡെല്ല അവളുടെ ചെറിയ ചെറിയ സ്വരുക്കൂട്ടലുകൾ ഒക്കെ വെച്ച് ജിമ്മിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്യാണ്. അപ്പം ഡെല്ലയ്ക്ക് മനസ്സിലാവുന്നു താൻ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ച പണമൊന്നും പോരാ, നല്ല പ്രിഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ഗിഫ്റ്റ് തന്നെ തൻ്റെ ഭർത്താവിന് കൊടുക്കണമെന്ന് ഡെല്ലയ്ക്കുണ്ട്. അപ്പം അങ്ങനെ പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ ഇത്തിരി കൂടി പൈസ ചിലവാകും. അപ്പോൾ കൂടുതൽ പണത്തിന് വേണ്ടിയിട്ട് താൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വില മതിക്കുന്ന തൻ്റെ മുടി, ആ മുടി വിൽക്കാൻ തയ്യാറാവുന്നു. ഈ കപ്പിൾസിന് സ്വന്തമെന്ന് പറയാൻ വിലമതിക്കാനാവാത്ത രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ജിമ്മിനൊരു ഗോൾഡ് വാച്ച് ഉണ്ട്. അത് ജിമ്മിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആയിരുന്നു, പിന്നീട് ഫാദറിൻ്റെ ആയിരുന്നു. ഇപ്പോൾ അത് കൈമാറി ജിമ്മിന് കിട്ടി. അതാണ് ഫസ്റ്റ് പൊസിഷൻ. ഇനി രണ്ടാമത്തെ പൊസിഷൻ ഡെല്ലയുടെ മുടിയാണ്. അതായത് ഡെല്ലയുടെ മുടി വളരെ ഭംഗിയേറിയ നീണ്ട വാട്ടർഫോൾസ് പോലെ, അതായത് വെള്ളച്ചാട്ടമില്ലേ, അതിങ്ങനെ ഒഴുകി ഒഴുകി കിടക്കുന്നത് പോലെയാണ് ഡെല്ലയുടെ മുടി അങ്ങ് താഴെ വരെ നീണ്ടു കിടക്കുന്നത്. ഈ ടെക്സ്റ്റിൽ ഡെല്ലയുടെ മുടിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഡെല്ലാസ് ബ്യൂട്ടിഫുൾ ഹെയർ fell about her rippling and shining like a cascade of brown waters എന്നാണ്. It reached below her knee and made itself a garment for her. ഡെല്ലയുടെ മുടി എങ്ങനെയാണെന്ന് പറയുന്നത്, ഡെല്ലാസ് ഹെയർ ഈസ് വെരി ബ്യൂട്ടിഫുൾ, അതുപോലെ തന്നെ വളരെ ഷൈനിങ് ആയിട്ട്, വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലേ,
വാട്ടർഫോൾസ്, അതാണ് കാസ്കേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബ്രൗൺ ഹെയർ ആണ്, ഇതിങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഒഴുകി പോകുന്നത് പോലെ തോന്നും. പിന്നെ മുട്ടിന് താഴെ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കൊരു വസ്ത്രം പോലെ, ഗാർമെന്റ് എന്ന് വെച്ചാൽ വസ്ത്രം എന്നാണ് അർത്ഥം, അതുപോലെയാണ് ഈ ഹെയർ. ജിമ്മിന് ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള പൈസ ഡെല്ല എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് വെച്ചാൽ, ഗ്രോസേഴ്സ്, വെജിറ്റബിൾ മാൻ, ബുച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഈ മീറ്റും വെജിറ്റബിൾസും ഒക്കെ വില പേശി മേടിക്കും. അതിൽ നിന്നും കിട്ടുന്ന ലാഭം എന്ത് ചെയ്യും? ഡെല്ല ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കും. പക്ഷെ ഈ പൈസ തികയാത്തത് കൊണ്ട് ഡെല്ല തൻ്റെ ആ മനോഹരമായിട്ടുള്ള മുടി ഒരു വിഗ് മേക്കറിന് വിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ ഹെയർ വിറ്റ് കഴിയുമ്പോൾ $20 കിട്ടുന്നത്. അതും കൂടെ കൂട്ടി വെച്ച് തൻ്റെ കയ്യിലിരിക്കുന്ന പൈസയും കൂടെ വെച്ച് ജിമ്മിൻ്റെ വാച്ചിന് ഒരു പ്ലാറ്റിനം ഫോക്ക് ചെയിൻ ഡെല്ല മേടിക്കും. ഡെല്ല മുടി വെട്ടിയതറിയാതെ ജിം വീട്ടിലേക്ക് വന്നപ്പം ഡെല്ലയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കുറേ ടോർട്ടോയ്സ് ഷെല്ലിൻ്റെ കോംസ് മേടിച്ചുകൊണ്ട് വന്നു. ഇത് തലമുടി ചീകാൻ വേണ്ടിയിട്ട് കുറേ ചീപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം വേറൊരു ഇൻസിഡൻറ്റ് കൂടെ ഉണ്ടായി. ഈ ചീപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കയ്യിലിരുന്ന ആ ഗോൾഡൻ വാച്ച് ജിം വിറ്റായിരുന്നു. അറ്റ് ലാസ്റ്റ് എന്ത് പറ്റി? ഈ ഗോൾഡൻ വാച്ചിനാണ് ഡെല്ല പോയി പ്ലാറ്റിനം ഫോക്ക് ചെയിൻ മേടിച്ചത്. അത് അയാൾക്ക് ഉപകാരപ്രദമില്ലാണ്ടായി. പിന്നെ ഡെല്ലയ്ക്കാണെങ്കിൽ ഹെയർ പോയി, അതുകൊണ്ട് തന്നെ കോമ്പും ഉപകാരമില്ലാണ്ടായി. അപ്പം ലാസ്റ്റ് 2 പേർക്കും പരസ്പരം ആ ഗിഫ്റ്റ് ഒരു ഉപയോഗമില്ലാതെ ആയി മാറി. പക്ഷെ ഈ ഗിഫ്റ്റ്സ് അവരുടെ ലവിൻ്റെ ഒരു സിമ്പൽ ആയിട്ട് മാറുകയാണ്. പിന്നെ ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്ന് പറയുന്നത് അത് ബൈബിളിലെ ഒരു ന്യൂ ടെസ്റ്റമെന്റ്, ദ ബിബ്ലിക്കൽ മാഗി എന്ന ആ ഒരു ഭാഗത്തു നിന്നുള്ളതാണ്. അതുമായിട്ടാണ് ഓഥർ കമ്പയർ ചെയ്യുന്നത്. കഥ ഇത്രയേ ഉള്ളൂ. അവരുടെ സ്നേഹം എത്രത്തോളം വിലപ്പെട്ടതാണ് എന്നാണ് ഇത് പറയുന്നത്. അതായത് അവർ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന, ജീവന തുല്യം സ്നേഹിച്ചിരുന്ന അവരുടെ ആ പൊസിഷൻസ്, ഗോൾഡൻ വാച്ചും ഡെല്ലയുടെ ഹെയറും, അത് അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് വിൽക്കാൻ അവർ തയ്യാറായി. സോ ദാറ്റ്സ് ഇറ്റ്. ഈ സമ്മറി തീർന്നു. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ എക്കണോമിക് സിറ്റുവേഷൻ ഓഫ് ഡെല്ല ഓൺ ദ ഈവ് ഓഫ് ക്രിസ്മസ്? ക്രിസ്മസ് ഈവനിങ്ങിൽ ഡെല്ലയുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ആൻസർ ഈസ്: ഓൺ ദ ഈവ് ഓഫ് ക്രിസ്മസ്, Della counts her savings from the past year. She realizes that despite all her attempts, she has only $1.87. ക്രിസ്മസ് ഈവനിങ്ങിൽ കഴിഞ്ഞ വർഷം തൊട്ടേ ഡെല്ല സ്വരുക്കൂട്ടി വെച്ചിരുന്നൊക്കെ പൈസ അവൾ നോക്കുകയാണ്. പക്ഷെ അത് എന്തോരം ഉണ്ടായിരുന്നുള്ളൂ? $1.87 ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് ജിമ്മിന് ഒരു വിലയേറിയ ഗിഫ്റ്റ് മേടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ഹെയർ ഒരു വിഗ് മേക്കറിന് വിൽക്കാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഡസ് ഒ ഹെൻറി കൺവേ ദ ഡിക്ലൈൻ ഓഫ് പ്രോസ്പെരിറ്റി ത്രൂ ദ നെയിം ജെയിംസ് ഡില്ലിംഗ്ഹാം യങ്? ക്വസ്റ്റ്യൻ എന്തെന്നാൽ, അവരുടെ വെൽത്ത് ഇല്ലാതായി. ഇപ്പം അതെങ്ങനെയാണ് ഈ ജെയിംസ് ഡില്ലിംഗ്ഹാം യങ് എന്ന ആ ഒരു പേരിലൂടെ സിഗ്നിഫൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ആൻസർ ഈസ്: ദ കാർഡ് ബിയറിംഗ് ദ നെയിം ഓഫ് ജെയിംസ് ഡില്ലിംഗ്ഹാം യങ് വാസ് സെറ്റ് അപ്പ് വെൻ ദ കപ്പിൾ ഹാഡ് സീൻ മോർ പ്രോസ്പെറസ് ടൈംസ്. ഈ കുടുംബം ഒരു സമയത്ത് ഭയങ്കര ധനം ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഫാമിലി ആയിരുന്നു. അത് സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെയിംസ് ഡില്ലിംഗ്ഹാം യങ് എന്ന ഒരു കാർഡൊക്കെ കാണിക്കുന്നത്. ആ നെയിം വെച്ചൊരു കാർഡ് കാണിക്കുന്നുണ്ട്. But when the income had shrunk, they were thinking of contracting to a more unassuming deed. പക്ഷെ അവരുടെ കുടുംബത്തിന്റെ വരുമാനം കുറഞ്ഞു വന്നപ്പോൾ എന്ത് പറ്റി? പ്രോസ്പെരിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ പേര് ചുരുങ്ങി ലാസ്റ്റ് ഡി എന്നായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ:
How does the author bring out the grey mindset of Della? Answer is, the writer does so by stating that after she had finished her crying, she powdered her cheeks. Then she looked out at what appeared to be a grey cat walking a grey fence in a grey backyard. Everything looked grey. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡെല്ലയുടെ ആ ഒരു ഗ്രേ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഓതർ കൊണ്ടുവരുന്നത്. ആൻഡ് ദ ആൻസർ ഈസ്, ഡെല്ല പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഗ്രേ ക്യാറ്റ് ഒരു ഗ്രേ ഫെൻസിലൂടെ നടക്കുന്നത് കാണും. ഗ്രേ ഫെൻസ് എന്ന് പറയുന്ന വേലി, അതിലൂടെ ഇങ്ങനെ നടക്കുന്ന കാണുന്നു. അവൾക്ക് എല്ലാം ഒരു ഗ്രേ കളറിലാണ് കാണാൻ പറ്റുന്നത്. സോ ആ ഒരു വരിയിലാണ് ഡെല്ലയുടെ ഗ്രേ മൈൻഡ് സെറ്റ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ഗിഫ്റ്റ് ഡസ് ഡെല്ല വിഷ് ടു ഗിവ് ജിം? And the answer is, Della wanted to get her Jim something really nice, something fine and rare and sterling was what she wanted to get him. She wanted to get him something just a little bit near to being worthy of the honor of being owned by Jim. ഡെല്ല ജിമ്മിന് വളരെ നല്ലൊരു ഗിഫ്റ്റാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ ഭർത്താവ് കൂടി ആയതുകൊണ്ട് അത്രയും നല്ല ഒരു ഗിഫ്റ്റ് വേണം കൊടുക്കാൻ. അങ്ങനെ അധികം ആരും കാണാത്ത തരത്തിൽ റെയർ ആയിട്ടുള്ള എന്നാൽ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ജിമ്മിന് ഉള്ള ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും ഓണറോടുകൂടി നല്ല വേർത്തി ആയിട്ടുള്ള, ജിമ്മിൻ്റെ അത്രയും തന്നെ വെർത്തുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കണം. സോ ദാറ്റ്സ് ഇറ്റ്. വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is special about the pier glass? A pier glass is a large, high mirror designed to occupy the wall space between windows. According to the author, a thin and agile person may gain a fairly accurate view of the self by observing their reflection in a rapid sequence of longitudinal strips. Thus, it was not easy to get a good view of oneself in the pier glass. ഈ പിയർ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ്. ഈ ജനലിൻ്റെ ഇടയ്ക്ക് വോൾസ് ഉണ്ട്. ആ വോൾസിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ ഒരു തിന്നായിട്ടുള്ള വണ്ണം കുറഞ്ഞ ഒരാൾ നോക്കിയാൽ വളരെ നല്ലൊരു റിഫ്ലക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഒരാളുടെ വളരെ നല്ലൊരു വ്യൂ കിട്ടണമെന്നില്ല. കാരണം ലോഞ്ചിറ്റ്യൂഡായിട്ട് അത് താഴേക്ക് നീളത്തിലുള്ള സ്ട്രിപ്സ് ആണ്. എങ്കിലും ഒരു തിന്നായിട്ടുള്ള ആൾ നോക്കുവാണെങ്കിൽ വളരെ നല്ല ഫെയർ ആയിട്ടുള്ളൊരു രൂപം അതിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 possessions of the youngs in which they take mighty pride? And the answer is, the youngs had 2 possessions in which they took great pride. One was Jim's gold watch that had been a family heirloom. The other was Della's beautiful long brown hair. ഇവർക്ക് 2 പൊസഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് ജിമ്മിൻ്റെ ഗോൾഡ് വാച്ച്, പിന്നെ മറ്റൊന്ന് ഡെല്ലയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൗൺ കളറിലുള്ള മുടി. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് എഫക്ട്സ് വുഡ് ദ പ്രൈസ്ഡ് പൊസഷൻസ് ഓഫ് ജിം ആൻഡ് ഡെല്ല ഹാവ് ഓൺ കിങ് സോളമൻ ആൻഡ് ദ ക്വീൻ ഓഫ് ഷേബ? ആൻഡ് ദ ആൻസർ ഈസ്, in the Queen of Sheba had lived in the flat across from Della's, she would have let her hair hang out the window just to depreciate the queen's jewels and gifts. If King Solomon had been the janitor, Jim would have pulled out his watch every time he passed him just to cause envy. ഡെല്ലയുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നതാണ് ക്വീൻ ഓഫ് ഷേബ. അപ്പം ക്വീൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ജുവൽസ്, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗിഫ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്വീൻ ഓഫ് ഷേബയെ ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട് ഈ ഡെല്ല എന്താ ചെയ്യുന്നേ, തൻ്റെ മുടി ഇങ്ങനെ വിൻഡോയുടെ അതിൽക്കടെ ഇട്ട് ഇങ്ങനെ മുടിയൊക്കെ ചീകിക്കൊണ്ടൊക്കെ ഇരിക്കും. ഇനി കിങ് സോളമൻ ആ കാര്യം എന്തെന്നാൽ ജിം ആ വഴിയെ
പോകുന്ന സമയത്തൊക്കെ തൻ്റെ വാച്ച് ഒന്ന് നേരെയൊക്കെ ഒന്ന് പിടിച്ച് ഇടും. ആരെ കാണിക്കാനാ? കിങ് സോളമനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് അസൂയപ്പെടുത്താൻ വേണ്ടിയിട്ട് തൻ്റെ കയ്യിലുള്ള ആ ഗോൾഡ് വാച്ച് ഒന്ന് തിരിച്ച് ഒന്ന് നേരെയൊക്കെ ഒന്ന് ഇടും. That's it. Next question. How does the author describe the beautiful hair of Della? And the answer is, the writer describes Della's hair as rippling and shining like a cascade of brown waters. It fell to below her knee and was almost like a garment for her. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡെല്ലയുടെ ആ ഒരു ഹെയറിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഡെല്ലയുടെ ഹെയർ ഇറ്റ്സ് ലൈക്ക് എ കാസ്കേഡ്. കാസ്കേഡ് എന്ന് വെച്ചാൽ വാട്ടർഫോൾസ് പോലെ ബ്രൗൺ കളറിലുള്ള ഹെയർ ആണ്. ഇങ്ങനെ വാട്ടർഫോൾസ് പോലെ താഴെ വരെ, മുട്ടിന് താഴെ വരെ കിടക്കുകയാണ്. അത് കാണുമ്പോൾ അവൾക്കൊരു ഡ്രസ്സ് പോലെ തോന്നും. ആ ഒരു മുടി അവളുടെ ഡ്രസ്സ് പോലെ തോന്നും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What present does Della find for Jim? And the answer is, Della found a platinum fob chain for Jim's watch. It was simple and chaste in design, its value known by the substance alone and not through fancy designs. ഡെല്ല ജിമ്മിന് കൊടുത്ത ഗിഫ്റ്റ് എന്താണ്? തൻ്റെ വാച്ചിനൊരു പ്ലാറ്റിനം ഫോബ് ചെയിൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നായിരുന്നു. ഡിസൈനൊക്കെ ആണെങ്കിലും സിമ്പിൾ ആയിരുന്നു, പക്ഷേ അത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അവരുടെ ലവിൻ്റെ ഒരു സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഡെല്ലാസ് ആൻസൈറ്റീസ് ബിഫോർ ജിം കംസ് ഹോം? ആൻഡ് ദ ആൻസർ ഈസ്, Della thought that Jim would say she looked like a Coney Island chorus girl with her ringlets. When he began climbing the stairs to their home, she prayed that he still think that she was pretty. ഡെല്ല മുടി മുറിച്ചല്ലോ, അപ്പോൾ ഇനി ജിമ്മിന്റെ ആ ഒരു റിയാക്ഷൻ എന്താകും എന്ന് ഡെല്ലയ്ക്ക് പേടിയുണ്ടായിരുന്നു. ഡെല്ല മനസ്സിൽ വിചാരിച്ചു, ജിം വരുമ്പോൾ തന്നെ പറയും എന്താ, കോണി ഐലൻഡ് കോറസ് ഗേളിനെ പോലെ ഉണ്ട് നിന്റെ ഈ ലുക്ക്. അതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞ് സ്റ്റെയർ കയറി വരുമ്പം ഇവളെ കാണൂലേ, ആ കാഴ്ചയിൽ ഇവൾ സുന്ദരിയാണ് എന്ന് പറയണേ എന്ന് ഡെല്ല ആഗ്രഹിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ജിം റെസ്പോണ്ട് ടു ഡെല്ലാസ് ചേഞ്ച് ഓഫ് അപ്പിയറൻസ്? ആൻഡ് ദ ആൻസർ ഈസ്, വെൻ ജിം സോ ഡെല്ലാസ് ഹെയർ, he looked at her with an expression she could not read. It was not that what she had expected from him. He stared at her fixedly with that expression. എന്താണ് സംഭവിച്ചത്? ജിമ്മിന്റെ മുഖം കണ്ടപ്പോൾ ഒരു എക്സ്പ്രഷനും ഡെല്ലയ്ക്ക് തോന്നിയില്ല, അല്ലെങ്കിൽ ഡെല്ലയ്ക്ക് ഇത് എന്ത് എക്സ്പ്രഷൻ ആണെന്ന് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് വാട്ട് ഷീ ഹാഡ് എക്സ്പെക്റ്റഡ് ഫ്രം ഹിം. ഇവൻ വളരെ ആൻഷ്യസ് ആയിട്ട് ചോദിക്കും, അയ്യോ മുടി എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമെന്നാണ് ഡെല്ല ഓർത്തിരുന്നത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഷീ സ്റ്റേർഡ് അറ്റ് ഹർ ഫിക്സഡ്ലി വിത്ത് ദാറ്റ് എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷനോട് കൂടി തന്നെ ഡെല്ലയെ നോക്കിക്കൊണ്ടിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ജിംസ് ഗിഫ്റ്റ് ഫോർ ഡെല്ല ആൻഡ് വൈ ഡസ് ഇറ്റ് കം ടു നോ അവേ? ആൻഡ് ദ ആൻസർ ഈസ്, Jim's gift for Della was a set of pure tortoise shell combs with jeweled rims that Della had longed for a long time. They were expensive and she had craved them without any hope of owning them. But now that she had no long hair, she could not wear them. ഇനി ഡെല്ലയ്ക്ക് ജിം കൊടുത്തത് എന്താണ്? എ സെറ്റ് ഓഫ് പ്യുവർ ടോർട്ടോയിസ് ഷെൽ കോംസ്. കുറെ ടോർട്ടോയിസ് ഷെല്ലിൻ്റെ കുറെ ചീപ്പുകൾ, ജുവലൊക്കെ പിടിപ്പിച്ച ഡെല്ല ഒത്തിരി നാൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നു അത്. പക്ഷെ ആ ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ എന്താണ്, ഡെല്ലയ്ക്ക് ചെയ്യാൻ മുടി ഇല്ലാണ്ടായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 100 വേർഡ്സിൽ എഴുതാനുള്ളതാണ്. ഹൗ ഡസ് ഡെല്ല മാനേജ് ടു ഗെറ്റ് ജിം എ ക്രിസ്മസ് ഗിഫ്റ്റ്? Answer is, Della wanted to buy Jim something nice that would show him how lucky she felt to have him. She wanted to get him something really special, but when she counted her savings, she had only $1.87. She was wondering what to do until it struck her that she could sell her hair and get him a
gift. So she went to the wig makers and sold her hair for $20. With the money and her savings combined, she was able to buy a platinum fob chain for Jim's gold watch. ഡെല്ലയ്ക്ക് പണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എങ്കിലും ജിമ്മിന് എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം തൊട്ടേ ഇവൾ കുറെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ സേവ് ചെയ്ത് $1.87 ആണ് ഡെല്ലയുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷെ ഇതുകൊണ്ട് നല്ലൊരു ഗിഫ്റ്റ് മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, തൻ്റെ ഹെയർ ഒരു വിഗ് മേക്കറിന് കൊടുത്തു. $20 കിട്ടി. അതും കൂടെ കൂട്ടി വെച്ച് ഒരു പ്ലാറ്റിനം ഫോബ് ചെയിൻ മേടിച്ചു. അത് ജിമ്മിന്റെ ഗോൾഡ് വാച്ചിന് ഇടാൻ വേണ്ടിയിട്ടായിരുന്നേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ജിം മാനേജ് ടു ഗെറ്റ് ഡെല്ല എ ഗിഫ്റ്റ് ആൻഡ് വാട്ട് ഈസ് ഹെർ റെസ്പോൺസ്? Answer is, Jim also had little money with him to get Della a gift. So he bought her a gift by selling his heirloom gold watch. He sold the watch and bought her a set of expensive tortoise shell combs that he knew Della longed for. They were pure tortoise shell combs with jeweled rims that were just the right shade for her brown hair. When she saw them, she was ecstatic, but this was followed by hysterical tears and wails as she could no longer wear them in her hair. She hugged them and told Jim that her hair would grow fast. ഈ ജിം എങ്ങനെയാണ് ഡെല്ലയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തത്? തൻ്റെ കയ്യിലിരുന്ന ആ ഒരു ഗോൾഡ് വാച്ച്, അത് തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഫാദറിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് തലമുറകൾ കൈമാറി അങ്ങനെ കിട്ടിയതാണ്. അത് ജിം വിറ്റു. അങ്ങനെയാണ് ടോർട്ടോയ്സ് ഷെൽ കോംസ് ഡെല്ലയ്ക്ക് മേടിക്കുന്നത്. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, ഡെല്ലയുടെ മുടി പോയി. അതുകൊണ്ട് തന്നെ ചീപ്പിൻ്റെ ആവശ്യം ഇനി ഇല്ല. പിന്നീട് ഡെല്ലയ്ക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമം തോന്നി. കാരണം ഈ കോംസ് അവൾ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പം അത് ഉപയോഗമില്ലാണ്ടായി, മുടിയില്ലല്ലോ. സോ അവൾ എന്ത് ചെയ്തു, കോംസിനെയൊക്കെ കെട്ടിപ്പിടിച്ച് ജിമ്മിനോട് പറഞ്ഞു, മുടി ഇനി വളർന്നോളൂ, സാരമില്ല, അപ്പം ഞാനിത് യൂസ് ചെയ്തോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ഹൗ ഡെല്ല സോൾഡ് ഹെർ ഹെയർ. ഡെല്ല അവളുടെ ഹെയർ എങ്ങനെയാണ് വിറ്റതെന്ന് പറയാനാണ് പറഞ്ഞിരുന്നത്. ആൻസർ ഈസ്, Della wanted to get her husband, Jim, a gift for Christmas, but despite all her efforts, she had only managed to save $1.87. She was wondering what to do, and then it struck her that her prized hair could be sold. So Della visited Miss Safroni, hair goods of all kinds. She asked them if they would buy her hair. The madam asked to see it. She agreed to pay $20 for Della's hair. Della agreed and asked for the money quickly. Thus she sold her hair to get Jim a gift for Christmas. ക്രിസ്മസ് ഈവനിങ്ങിൽ തൻ്റെ ഹസ്ബൻഡിനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡെല്ല തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ സേവിങ്സ് വെച്ച് ഇപ്പോൾ $1.87 അവളുടെ കയ്യിലുണ്ട്. പക്ഷെ അത് വെച്ച് നല്ലൊരു ഗിഫ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് അവളുടെ മുടി അവൾ വിൽക്കുന്നു. അങ്ങനെ $20 കിട്ടുന്നു. ആ $20 വെച്ച് ജിമ്മിനൊരു ഗിഫ്റ്റ് മേടിക്കുന്നു. ഒരു പ്ലാറ്റിനം ഫോബ് ചെയിൻ ആണ് മേടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. all who give and receive gifts such as they are wisest, discuss with reference to the context. And the answer is, Jim and Della wanted to gift each other something special for Christmas. They both knew what the other really wanted, but neither of them had the money to buy gifts. So they each sold what was their most prized possession to buy the other a gift. Then they discovered that their gifts were useless because the other had sold off the object for which the gift was meant. The reference to the wisest is to the three wise men in the New Testament of the Bible. They bought what was most precious in their land
as gift for baby Jesus. Similarly, Della and Jim tried to get the most precious gift for each other. Hence, they have been called the wisest. ബൈബിളിലെ ന്യൂ ടെസ്റ്റ്മെന്റിൽ പറയുന്നത് 3 ബുദ്ധിശാലികളായ ആളുകൾ, 3 wise men, ബേബി ജീസസ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു എന്നാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ജിമ്മും ഡെല്ലയും ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് അവർക്ക് പരസ്പരം കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നു. അതുകൊണ്ടാണ് ജിമ്മിനെയും ഡെല്ലയും ഇവിടെ വൈസ് പീപ്പിൾ എന്ന് പറയുന്നത്. ജിമ്മും ഡെല്ലയും അവർക്കുണ്ടായിരുന്ന ആ ഒരു പൊസിഷൻ വിറ്റതിന് ശേഷം നല്ല 2 ഗിഫ്റ്റ് പരസ്പരം മേടിക്കുന്നു. പക്ഷേ ദാറ്റ് വാസ് നോട്ട് യൂസ്ഫുൾ ഫോർ ദം. രണ്ടുപേർക്കും ഉപകാരപ്രദമല്ലായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. Okay, next question. Throw light on the financial conditions of Della and Jim. ഡെല്ലയുടെയും ജിമ്മിൻ്റെയും ഫിനാൻഷ്യൽ കണ്ടീഷൻസിനെ പറ്റി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻഷ്യൽ കണ്ടീഷൻസ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അല്ലേ. They were from a poor background. Okay. And the answer is like this. Neither Jim nor Della were financially well off. Della did not work and was dependent on Jim's salary. Jim used to earn $30 a month once upon a time, but it had been reduced to $20. എന്താ സംഭവിച്ചേ? ജിമ്മിനും ഡെല്ലയ്ക്കും അത്ര നല്ല ഫിനാൻഷ്യൽ കണ്ടീഷനൊന്നും അല്ലായിരുന്നു. ഡെല്ല ജോലിക്കൊന്നും പോയിട്ടില്ല. അപ്പം ജിമ്മിൻ്റെ സാലറി കൊണ്ടാണ് ആ കുടുംബം നടന്നു പോകുന്നത്. ഒരു കാലത്ത് ജിമ്മിന് $30 കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അത് കുറഞ്ഞ് ഇപ്പം എത്രയായി? only $20. Okay. Their house rent was $8 a month. Despite all Della's attempts, expenses were high. വീടിൻ്റെ വാടക $8 ആണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഡെല്ല പരമാവധി എക്സ്പെൻസ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെലവ് കൂടി വരികയാണ്. So when Della tried to see how much she had saved for Christmas, she found she had only $1.87. അപ്പോൾ ജിമ്മിന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ സ്വരുക്കൂട്ടിയിരുന്നു. അതെടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എത്രയേ ഉള്ളൂ? $1.87. Jim did not even have that much. In short, Jim and Della were not financially well to do. ജിമ്മിനും ഡെല്ലയ്ക്കും സത്യം പറഞ്ഞാൽ ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പോലും പണം ഇല്ലായിരുന്നു. അത്രയ്ക്ക് പുവർ ഫിനാൻഷ്യൽ കണ്ടീഷനുള്ള കപ്പിൾസ് ആണ് ജിം, ഡെല്ല. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് ഹിസ് ട്രാൻസ്, ജിം സീംഡ് quickly to wake. Explain with reference to the context. And the answer is, when Jim climbed the stairs and reached the house, he saw Della and stared at her with an unreadable expression. ഡെല്ല മുടി മുറിച്ചല്ലോ. അത് കഴിഞ്ഞ് ജിം ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചു കയറി വരുമ്പം ഡെല്ലയ്ക്ക് മുടി ഇല്ലല്ലോ. അത് കാണുമ്പോൾ ജിമ്മിന് എക്സ്പ്രഷൻസ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല. വായിച്ചും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആണ് ജിമ്മിനുള്ളത്. Jim did not make any of the expressions Della had expected, and she was unable to figure out what he was thinking. ജിം എന്താണ് ആലോചിക്കുന്നത് പോലും ഡെല്ലയ്ക്ക് മനസ്സിലായില്ല. All Della knew was that her chopping off her hair had somehow caused this reaction in Jim. She told him that she had chopped off her hair because she wanted to get him a gift for Christmas. That was when Jim awoke from his trance, when Della said that nobody could count her love for him. പിന്നീട് റിയാലിറ്റിയിലേക്ക് ജിം തിരിച്ചു വന്നത് എപ്പോഴാണ്? അവൾ മുടി മുറിച്ചത് ജിമ്മിനൊരു ക്രിസ്മസ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോഴാണ് ജിമ്മിന് പെട്ടെന്ന് ബോധം വരുന്നത്. അപ്പോൾ ജിമ്മിന് മനസ്സിലായി ഡെല്ലയുടെ ആ ഒരു സ്നേഹം എന്താണ്,
അളക്കാൻ പറ്റാത്ത അത്രയുമാണ്. ഓക്കെ, സോ ആ ഒരു റെഫറൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗിയുടെ ടോട്ടൽ ആയിട്ടുള്ള സമ്മറിയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.